റോസാജിസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് മുഗലായി ബിരിയാണിയാണ്. സ്പൈസിയാണ്, ടേസ്റ്റിയാണ്, സ്വീറ്റാണ്. എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കിയാലോ. ഇനി മുഗലായി ബിരിയാണിക്കുള്ള ചേരുവകൾ സാധനങ്ങൾ എന്തൊക്കെയാണ് വേണ്ടതെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് ഇത് ചിക്കനാണ്. ചിക്കൻ കഴുകി ക്ലീൻ ആക്കി വെച്ചതാണ്. ഇത് സവാള ചെറുതായിട്ട് ഒരു 3 സവാള എടുത്തിട്ടുണ്ട്. ഞാൻ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചതാണ്. അത് പൊരിച്ചു എടുക്കണം. കുറച്ച് മസാലയ്ക്ക് എടുക്കും. പിന്നെ ഇത് പാലാണ്. പാല് നമ്മൾ തൈരിന് പകരം പാലാണ് ചേർക്കുന്നത്. അപ്പോൾ ഇത് പാല്. ഇത് തക്കാളിയാണ്. 2 തക്കാളി കട്ട് ചെയ്ത് വെച്ചതാണ്. ഇത് കസ്തൂരി മേത്തിയാണ്. ഉണ്ടെങ്കിൽ ഇട്ടാൽ മതി കേട്ടോ. പിന്നെ ഇത് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്. ഇത് ഗരം മസാല പൗഡർ. ഇത് പട്ട പൊടിച്ചതാണ്. ഇത് ഉപ്പ്. പിന്നെ ഇത് കുറച്ച് പഞ്ചസാര. നമ്മളിതിൽ പഞ്ചസാര ചേർക്കും. എരിവും മധുരം കൂടിയുള്ള ബിരിയാണിയാണ്. ഇത് കുറച്ച് മുളക് പൊടി. ഇത് മല്ലിയിലയും പുതിനയും കൂടി ഉള്ളതാണ്. കുറച്ച് പുതിന ചേർത്തിട്ടുള്ളൂ കേട്ടോ. ഇത് മല്ലിയിലയും. പിന്നെ ഞാൻ കുറച്ച് കളർ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് യെല്ലോ കളറാണ്. പിന്നെ ഇത് ഓയിൽ ഞാൻ ഓയിലാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വെളിച്ചെണ്ണ ഇതിൽ യൂസ് ചെയ്യില്ല. ഈ ബിരിയാണി കേരള ബിരിയാണി പോലെയല്ലല്ലോ. അതുകൊണ്ട് ഓയിലാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങളുടെ ഇഷ്ടത്തിന് എന്ത് വേണമെങ്കിലും നമുക്ക് ഉള്ളി പൊരിക്കാൻ ഗ്യാസ് കത്തിച്ചിട്ട് തവ വയ്ക്കാം. പാത്രം വെച്ചു. ഇനി അത് ചൂടാവുമ്പോൾ നമുക്ക് എണ്ണ ഒഴിക്കാൻ. അതിൻ്റെ വെള്ളം മാറിയിട്ട് വേണം എണ്ണ ഒഴിക്കാൻ. ഇനി എണ്ണ ഒഴിക്കാവേ. ഈ ബിരിയാണിക്ക് അധികം എണ്ണയൊന്നും വേണ്ട. നമ്മുടെ കേരള ബിരിയാണി ആകുമ്പോൾ നമ്മൾ പൊരിച്ചെടുക്കണോ അങ്ങനെയൊക്കെ ചെയ്യണ്ടേ. ഈ ബിരിയാണിക്ക് അതൊന്നും വേണ്ട. കുറച്ച് എണ്ണ മതി. മസാലകൾ കുറച്ച് മതി. അധികം വേണ്ട മസാലകളൊന്നും. ഇത് ചൂടാവുമ്പോൾ നമുക്ക് സവാള ഇടാവേ. ഫ്രൈ ചെയ്തെടുക്കുന്ന ബിരിയാണീൻ്റെ കൂട്ടത്തിൽ കൂട്ടാൻ വേണ്ടിയാണ്. മിക്സ് ചെയ്യുമ്പം കുറച്ച് ചെയ്താൽ ടേസ്റ്റ് ഉണ്ടാവും. അപ്പം അങ്ങനെ ചെയ്യാം. എണ്ണ ചൂടായി തുടങ്ങി തോന്നുന്നു. നമുക്കിത് ഇട്ട് കൊടുക്കാവേ. കുറച്ച് സവാള നമുക്ക് മാറ്റി വെക്കാം. മസാലയ്ക്ക് കുറച്ച് സവാള ഞാൻ കൂട്ടുന്നുണ്ട്. ചിലവർ കൂട്ടും, ചിലവർ കൂട്ടില്ല. ആ ബിരിയാണിക്ക് ഞാൻ കുറച്ച് ഇടുന്നുണ്ട്. നമുക്ക് കുറച്ച് മസാല വേണം. നമ്മളെ ഫാമിലിയിൽ എല്ലാവരും മസാല ഇഷ്ടപ്പെടുന്നുണ്ട്. അതുകൊണ്ട് കുറച്ച് മസാല ഇതിന് വേണ്ടി മാറ്റി വെക്കും. നിങ്ങൾക്ക് വേണമെങ്കിൽ മസാല കൂടുതൽ വേണമെങ്കിൽ കുറച്ച് സവാള അധികം കൂട്ടാം. അപ്പോൾ ഇത് നല്ല ഫ്രൈ ആയി വരുന്ന വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇത് നമ്മൾ വേഗം പൊരിഞ്ഞിട്ടാൽ കുറച്ച് ഉപ്പ് ഇതിലിട്ട് കഴിഞ്ഞാൽ വേഗം പൊരിഞ്ഞ് കിട്ടും. സവാള വെച്ചതായാൽ വേഗമായിട്ട്. ഇനി ഞാൻ കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമുക്ക് ഗ്യാസ് ഓഫാക്കാം കേട്ടോ. ബ്രൗൺ കളറായിട്ടുണ്ട്. അത് നമുക്ക് കോരിയിടാം. ഞാൻ ചെറിയ ഇതാ ഉപയോഗിച്ചത്. വലിയതാകുമ്പോൾ ഇത് പിടിക്കുന്നതാണ്. അവിടെ ഞാൻ എടുക്കുന്നുണ്ട്. കുറച്ച് ബിസിനസ്സില്ല മുന്തിരിങ്ങ. അത് നമുക്ക് പൊരിച്ചെടുക്കാതെ ഉണ്ടെങ്കിൽ ഇടാം. അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ. മുന്തിരിയുണ്ട്. അത് ഇട്ടിട്ട് സൂക്ഷിച്ചിടണം കേട്ടോ. വെള്ളമുണ്ട്. കഴുകിയതിൻ്റെ ഇതാക്കിയിരിക്കുക. നോക്കാം കേട്ടോ. ഇതായി.
ഇനി അടുത്ത് നമുക്ക് റൈസ് ചോറിനുള്ള എങ്ങനെയാക്കുന്നു നോക്കാം. പിന്നെ ഗ്യാസ് കത്തിച്ചിട്ട് റൈസ് വേവിക്കാനുള്ള വെള്ളം വയ്ക്കാം. വെള്ളം തിളച്ച് കഴിയുമ്പോൾ നമുക്ക് അരി ഇടാം. അത് ഇനി അരി കഴുകണം. വെള്ളം തിളയ്ക്കട്ടെ. അരി കഴുകാം. ഞാൻ അരി എടുത്തേക്കുന്നത് 3/4 കിലോ അരിയേ ഉള്ളൂ കേട്ടോ. നമുക്ക് ഫാമിലിക്ക് മാത്രമായിട്ടുള്ള അരിയേ ഉള്ളൂ. അതിനുള്ള ഇറച്ചി ഞാൻ എടുത്തിട്ടുള്ളൂ കേട്ടോ. അത് നന്നായിട്ട് കഴുകിയിട്ട് നമുക്ക് അതിൽ വെള്ളം തിളയ്ക്കുമ്പോൾ അതിൽ നമുക്ക് കറാമ്പും പട്ടയും ഒക്കെ ഇടണം ആ വെള്ളത്തിൽ. എന്നിട്ട് ഈ അരി കഴുകിയിട്ട് ഒരു 80% വെന്ത് കഴിയുമ്പോൾ ഊറ്റാം. ബാക്കി ദമ്മി കിടന്നിട്ട് വെന്തോളും. വെള്ളം തിളയ്ക്കുകയാണ്. ഞാൻ കുറച്ച് സാഹചര്യം ഇടുന്നുണ്ട്. പിന്നെ സാഹചര്യം ഇടുന്നുണ്ട്. കുറച്ച് ഇല, മറ്റേ പട്ടേൻ്റെ, പിന്നെ പട്ട, കറാമ്പ്, പിന്നെ 2-3 ഏലക്ക അതോടെ വെച്ചിട്ട് എന്നിട്ട് അരി ഇടാം കേട്ടോ. അതിലേക്ക് ഇത് കുതിർത്തി വെച്ചിട്ടൊന്നുമില്ല. ചിലർ കുതിർത്തി വെക്കും, പക്ഷെ ഞാൻ കുതിർത്തി വെച്ചിട്ടില്ല. ഇതിൽ തിളച്ച് 80% വേവാകുമ്പോൾ നമുക്ക് ഊറ്റിയെടുക്കാം. പൊട്ടരുത് കേട്ടോ. ഈ അരി ഇങ്ങനെ തന്നെ നീളത്തിൽ തന്നെ ഉണ്ടെങ്കിലേ അത് അപ്പം അത്ര വേവിലെടുക്കാൻ പാടുള്ളൂ. മറ്റേ പൊട്ടിപ്പോയ ഇതിൻ്റെ ടേസ്റ്റല്ല, ഒരു ഇത് ഭംഗി ഉണ്ടാവില്ല. നമ്മൾ സെർവ് ചെയ്യുമ്പോൾ ഇതേപോലെ പശ പോലെ കിട്ടും. അതുകൊണ്ട് അങ്ങനെ ചെയ്യണം. നമുക്കിത് തിളപ്പിക്കാം. നമുക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇത് പിന്നെ വേവുന്ന വരെ വെയിറ്റ് ചെയ്യാം. പിന്നെ ഇനി അടുത്ത് നമുക്ക് മസാലയാണ് ഉണ്ടാക്കേണ്ടത്. മസാല ഉണ്ടാക്കാനുള്ള ഇത് വെന്ത് ഊറ്റി കഴിയുമ്പോൾ അടുത്ത് മസാല ഉണ്ടാക്കാം. എനിക്ക് ഫുഡാണ് ഏറ്റവും ഇഷ്ടം ഉണ്ടാക്കാൻ. എനിക്ക് ഭയങ്കര എൻ്റെ ഹോബിയാണ് ഫുഡ് ഉണ്ടാക്കുന്നത്. എൻ്റെ ഉമ്മ നല്ല കുക്ക് ചെയ്യുന്ന ഒരാളായിരുന്നു. എൻ്റെ ഭർത്താവിൻ്റെ ഉമ്മയും നല്ല കുക്ക് ചെയ്യും. പക്ഷെ 2 പേരും എന്നെ വിട്ടുപോയി, അവരില്ല. പക്ഷേ കുക്കിങ് എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. എല്ലാ ഞാൻ ചെയ്യും. അതുകൊണ്ടാണ് ഞാനിങ്ങനെ യൂട്യൂബ് ചാനലിൽ വന്നതും ഇത് ചെയ്യുന്നതൊക്കെ ഇഷ്ടം കൊണ്ടാണ്. എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. എനിക്ക് കമൻറ്റ് ഇടണം. എന്നാൽ എനിക്ക് പിന്നെയും ചെയ്യാനുള്ള ഒരു ഇത് ആദ്യമായിട്ട് വരുന്നതുകൊണ്ട് ഒരു ടെൻഷനോ എന്തൊക്കെയോ ഒക്കെ ഉണ്ട്. ഓക്കെ, കുറച്ച് ഇമോഷണലായിപ്പോയേ, സോറി. നമുക്ക് ഇതിൽ കുറച്ച് എണ്ണ ഒഴിക്കാവേ. എണ്ണ ഒഴിച്ചാൽ ഈ അരി ഒട്ടിപ്പിടിക്കില്ല. എല്ലാവർക്കും അറിയുന്നതായിരിക്കാം, അത് ഞാൻ പറഞ്ഞുള്ളൂ. ഇങ്ങനെ ഇതാക്കിയിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ഞാൻ വെള്ളം കുറവായിരുന്നു കേട്ടോ. കുറച്ച് വെള്ളം, ചൂടുവെള്ളം ഞാൻ ഒഴിച്ചേക്കുന്നത് കേട്ടോ. കുറച്ച് വെള്ളം കുറഞ്ഞ പോലെ തോന്നിയപ്പോൾ നമുക്ക് കട്ടയായിപ്പോവും, കട്ട പോലെ ആയിപ്പോവും. അതുകൊണ്ട് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ചൂടുവെള്ളം ഒഴിച്ചിരുന്നാൽ പച്ചവെള്ളം ഒഴിക്കരുത്. റൈസ് ഇങ്ങനെ ഇതായിപ്പോവും, കട്ടിയായിപ്പോവും, സോഫ്റ്റ് ഉണ്ടാവില്ല. നമുക്കിത് കോരിയെടുക്കാൻ ആയിട്ടുണ്ട് കേട്ടോ. ഒരു ഇതുപോലെ ആവണം. ഒരു വിധം കൈ കൊണ്ട് ഇങ്ങനെ ആക്കുമ്പോൾ ഇതാവുന്ന വിധത്തിൽ വേണം ഊറ്റിയെടുക്കാൻ. ഊറ്റിയിട്ട് നമുക്ക് അരിപ്പ പോലെയുള്ള ഒരു പാത്രത്തിൽ കൊട്ടണം കേട്ടോ. നമുക്ക് ഞാൻ കുറച്ച് അരി, 3/4 കിലോ അരിയേ ഉള്ളൂ കേട്ടോ. എൻ്റെ അതിനനുസരിച്ചുള്ള ഇറച്ചിയാണ് നമുക്ക് ആക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളൂ. നിങ്ങൾക്ക് അനുസരിച്ച് ഉണ്ടാക്കണം കേട്ടോ. റൈസൊക്കെ എടുക്കുമ്പോൾ അതിനുള്ള മസാല ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളൂ.
4 പേരാണ്. അത് 4 പേർക്കുള്ള ഫുഡാണ് ഉണ്ടാക്കുന്നത്. ഇനി നമുക്ക് ഗ്യാസ് കത്തിക്കുകയാണ്. ഞാൻ പാത്രം വെച്ചിട്ടുണ്ട്, മസാല ഉണ്ടാക്കാൻ പോവാണ്. ഇനി ഇതിൻ്റെ വെള്ളം വറ്റിയിട്ട് കേട്ടോ, എന്നിട്ട് നമുക്ക് എണ്ണ ഒഴിക്കാം. ഇനി എണ്ണ ഒഴിക്കാം കേട്ടോ. സിമ്മിൽ വെച്ച് എണ്ണ ഒഴിച്ച എണ്ണ ഒഴിച്ചു. ഇനി നമുക്ക് കുറച്ച് സവാള ഇടാം. ഞാൻ കുറച്ച് മസാല എനിക്ക് വേണം, അതിന് വേണ്ടി ഞാൻ കുറച്ച് സവാള ഇടുന്നു കേട്ടോ. ചെറിയ സവാള കൂട്ടലില്ലേ, സവാള കുറച്ച് മതി. എന്നിട്ട് നമുക്ക് ഇറക്കി കൊടുക്കാം. സവാള ഇളക്കി കൊടുക്കണം. അതിന് ശേഷം നമുക്ക് ഇഞ്ചി പേസ്റ്റും, ഇഞ്ചി പേസ്റ്റാണ് ഇത്. ഇതും കൂടി, ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടിയാണ്. അത് കുറച്ച് ഇടാവേ. അത് വഴറ്റുമ്പോൾ സ്മെല്ല് വരും, നല്ല മണമാണ്. ഇങ്ങനെ ആക്കി കൊടുക്കുക. നല്ല സ്മെല്ല് വരുന്നുണ്ട് ഇളക്കുമ്പോൾ. നമുക്ക് കുറച്ച് ഉപ്പിടാതെ, ഉപ്പിടുമ്പോൾ വേഗം ഇതായി കിട്ടും. നമ്മൾ റൈസിൽ ഉപ്പിട്ടിട്ടില്ല, മസാലയ്ക്ക് ഉപ്പിടണം. മിക്സ് റൈസിൽ അത് ഉപ്പിട്ടാൽ റൈസ് ഇരിക്കാൻ. അതുകൊണ്ട് ഞാൻ ഉപ്പിടില്ല. അവർക്ക് സിമ്മിൽ വയ്ക്കുകയാണേ. സിമ്മിൽ വെച്ചിട്ട് കുറച്ച് തക്കാളി ഇടാം. തക്കാളി 2 തക്കാളി വെച്ചിട്ടുള്ള 2 ഫുള്ള് വഴറ്റി കൊടുത്ത് നമുക്ക് മസാല. പിന്നെ നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കാം. കുറച്ച് കളറിന് വേണ്ടിയിട്ട് ഞാൻ ചേർക്കുന്നതാണ്. വേണ്ടവർക്ക് ചേർക്കാം, വേണ്ടാത്തവർക്ക് ചേർക്കണ്ട കേട്ടോ. ഇളക്കി കൊടുക്കുക നന്നായിട്ട്. ആയിട്ട് കഴിയുമ്പോൾ കുറച്ച് ഇത് പിന്നെ പച്ചമുളക് പേസ്റ്റ് ആക്കിയതാണ്, കുറച്ച് ഇടണം. ഗ്യാസ് സിമ്മിൽ വെക്കണം കേട്ടോ, കുറച്ച് നമുക്ക് കരിയും. ഇതിൽ വെച്ചു. കുറച്ച് മുളക് പൊടി കുറച്ച് ഇടുന്നുണ്ട്. മുളക് പൊടിയ കുറച്ച് മുളക് പൊടി ഇടുന്നുണ്ട്. ഇവിടെ ഞാൻ മുളക് പൊടി ഇടുന്നത്, ഇവിടെ മുളക് ഇഷ്ടമാണ് എല്ലാവർക്കും, നല്ല സ്പൈസിയാണ് ഇഷ്ടം. അതുകൊണ്ട് മുളക് പൊടി ഞാനിടുന്നത്. നിങ്ങൾക്ക് അതിനനുസരിച്ച് മുളക് ഇടാം കേട്ടോ, ഓവർ ആവരുത്. ഇതോ ഇനി നമുക്ക് കുറച്ച് പഞ്ചസാര, കുറച്ച് ഇടാവുള്ളേ. ഒത്തിരി പഞ്ചസാര ഇടരുത്, കുറച്ച് പഞ്ചസാര. കുറച്ച് പാലൊഴിക്കാം. തൈരിന് പകരമാണ് പാലൊഴിക്കുന്നത്.
പാല്. ഇനി കുറച്ച് ഇത് പട്ട പൊടിച്ചതാണ് കേട്ടോ, കറാമ്പട്ട പൊടിച്ചത് കുറച്ച്, കുറച്ച് ഗരം മസാല പൗഡർ, കസ്തൂരി മേത്തി, പിന്നെ കുറച്ച് മല്ലിയില, പുതിന ഇല കേട്ടോ. അത് നമുക്ക് മേലെ ഇടാൻ കുറച്ച് വേണം, അപ്പോൾ മാറ്റി വെച്ചാണ്. മിക്സ് ചെയ്യാം. പച്ചമണം പൊന്നേരം ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ചിക്കൻ അതിലേക്ക് ഇടാവേ. സിമ്മിലല്ല, പറമ്പിൽ വെച്ചത് സിമ്മിലല്ല, ഇപ്പോൾ മുളകാക്കി. ആദ്യം ചെയ്യുമ്പോൾ മിക്സ് സിമ്മിൽ വെക്കണം, കരിഞ്ഞു പോവും. കരിഞ്ഞു പോയാൽ ഫുഡിൻ്റെ ടേസ്റ്റേ മാറും. ഇനിയിപ്പോൾ നമ്മൾ ചിക്കൻ ഇടാൻ പോവാണ്. ചിക്കൻ ഇടാവേ. ഞാൻ പിന്നെ 3/4 കിലോ അരിക്കുള്ള ചിക്കനാണ്, അപ്പോൾ അത്ര ചിക്കൻ എടുത്തിട്ടുള്ളൂ. എന്നിട്ട് നമുക്ക് നല്ലോണം മിക്സ് ചെയ്യാവേ. ഇനി അതിൻ്റെ മേലെ ഒരു കാര്യം, പൊരിച്ച സവാളയുണ്ട്, അത് ഇടണം ഇതിൻ്റെ മേലെ കേട്ടോ. എന്നിട്ടൊന്ന് മിക്സ് ചെയ്യാം. നമുക്ക് ഇത് വേണം, അത്ര മതി. കുറച്ച് അധികം വേണ്ട, കുറച്ച് എടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കാം. കുറച്ച് എടുത്തിട്ട് ഇത് മസാല കവറിൽ വയ്ക്കാം. മൂടി വെച്ച് വേവിക്കുക. ഒരു പകുതി വേവാകുമ്പോൾ ഓഫ് ചെയ്ത് നമുക്ക് ഇടാം. മൂടി വെക്കട്ടെ. നമുക്ക് ഇതിൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. കുറച്ച് ചൂടുവെള്ളം ഒഴിക്കാതെ കുറച്ച് ഒഴിച്ചിട്ട്, ദമ്മ വേണ്ടിയല്ലേ, കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചിട്ട് ഇളക്കി കൊടുക്കാം. അതായത് ഇടയ്ക്ക് നോക്കണം കേട്ടോ, ഇളക്കി കൊടുക്കണേ. മൂടി തുറന്നിട്ട് മസാല ഏകദേശം വെന്തു. ഇത് കുറച്ചും കൂടി ആയാൽ മതി. കുറച്ചും കൂടി മൂടി വെച്ച് ഇപ്പം തന്നെ നല്ല മണം വരുന്നു. നല്ല ടേസ്റ്റാണ്. നമ്മൾ ഫുഡ് ഉണ്ടാക്കുമ്പോൾ ഇഷ്ടത്തോടും സ്നേഹത്തോടൊക്കെ ഉണ്ടാക്കിയ ഫുഡിനൊക്കെ നല്ല ടേസ്റ്റാണ്. ടിപ്പ് പറഞ്ഞുതരാം കേട്ടോ. ഇതാണ് ഇപ്പോൾ നമ്മൾ ഫുഡ് ഉണ്ടാക്കുമ്പോൾ സന്തോഷവും സ്നേഹവും എല്ലാം കൊണ്ട് ഉണ്ടാക്കിയാൽ ആ ഫുഡ് ഒരിക്കലും ചീത്തയാവില്ല. ഓക്കെ, നമുക്കിത് മൂടി നോക്കാം. നമുക്കിത് മൂടി തുറന്ന് നോക്കാം. ണ്ട് നല്ല തിളച്ചുണ്ട ഇതായിട്ടുണ്ട്. നമുക്ക് ഇളക്കി കൊടുക്കാം. പിന്നെ നമ്മൾ ഇത് ഇടയ്ക്കൊക്കെ മൂടി തുറന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കണേ. അടി കട്ടിയില്ലാത്ത പാത്രമാണെങ്കിൽ
വേഗം അടുക്കി പിടിക്കുവേ. അത് സൂക്ഷിക്കണം കേട്ടോ. പിന്നെ സ്റ്റീലായാലും അടുക്കി പിടിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് എപ്പോഴും ഇടയ്ക്ക് ഇനി നമുക്ക് ദമ്മിടാൻ വേണ്ടിയിട്ട് വേണം. ആ ദമ്മിടുവാണ്. ഇനി അതിൻ്റെ ഇതിലേക്ക് പിന്നെ ഉള്ളി പൊരിച്ചത്, അതിൻ്റെ കശുവണ്ടി ഉണ്ട്, പിന്നെ മുന്തിരിങ്ങ പൊരിച്ചാണ്. കുറച്ച് മല്ലിയില ഇടാം. കുറച്ച് മല്ലിയില ഇട്ടു. കുറച്ചും കൂടി റൈസ് അതിൻ്റെ മേലെ ഇട്ടിട്ട് കുറച്ച് കളർ വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം. കളർ വേണമെങ്കിൽ യൂസ് ചെയ്താൽ ആദ്യം. വേണമെങ്കിൽ യൂസ് ചെയ്യണ്ട. മഞ്ഞൾപ്പൊടി കലക്കിയിട്ട് പിന്നെ പാല് കലക്കിയിട്ട് മഞ്ഞൾപ്പൊടി ഇട്ടാലും കുഴപ്പമില്ല. ഇത് കുറച്ച് മസാലകളാണ്. കുറച്ചിട്ട ഇതൊന്ന് പൊട്ടിക്കുമ്പോൾ നല്ല മണം കിട്ടും. അതിന് വേണ്ടിയാണ് ചെയ്യുന്നത്. നമുക്ക് മൂടിയൊക്കെ ദമ്മിടാം. മൂടുവാണേ. ഇനി ഇതിന് മേലെ ഞാൻ ഒരു പാത്രത്തിൽ വെള്ളം വയ്ക്കും, വെയിറ്റ്. അപ്പോൾ ചൂടുവെള്ളം ഇരിപ്പുണ്ട്, അതിൻ്റെ മേലെ വയ്ക്കാം നമുക്ക്. ഞാൻ ചൂടുവെള്ളം തിളപ്പിച്ചതാണിത്. അത് ഇതിന് മേലെ വെയിറ്റ് ഇങ്ങനെ വെച്ചാൽ അടിയിൽ സിമ്മിലും വയ്ക്കുക. ഒരു 10 മിനിറ്റ് ആകുമ്പോൾ തന്നെ വെന്ത് കിട്ടും. അപ്പോൾ 10 ഇതാകുമ്പോൾ തന്നെ വെന്ത്. അടുപ്പാണെങ്കിൽ ഞാൻ അടുപ്പിലുണ്ടാക്കിയിട്ടില്ല, എനിക്കറിയത്തില്ല. അത് ഞാൻ ഗ്യാസിലുണ്ടാക്കിയോണ്ട്. അടുപ്പിലാകുമ്പോൾ ഇത്ര ടൈം വേണ്ടി വരില്ല. കണലിടും മേലെ. നമുക്കിത് ഇനി മാറ്റിയിട്ട് തുറന്ന് നോക്കാതെ ആയി കാണുമായിരിക്കും. നല്ല മണമുണ്ട്. സെർവ് ചെയ്യാം കേട്ടോ. നല്ല ടേസ്റ്റി ഉണ്ട്. ഇതുപോലെ എല്ലാവരും ചെയ്ത് നോക്കൂ കേട്ടോ. അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലിടുക. നമ്മളെ ടേസ്റ്റിയായ മുഗലായി ചിക്കൻ ബിരിയാണി റെഡിയായി. എല്ലാവരും വീട്ടിൽ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലേക്ക് പ്രസ് ചെയ്താൽ എൻ്റെ പഴയ വീഡിയോസൊക്കെ കാണുന്നതാണ്. അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലിടുക. ഓക്കെ, അടുത്ത ദിവസം അടുത്ത റെസിപ്പി ആയിട്ട് നമുക്ക് കാണാവേ. ബായ്.